ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട യുവാക്കൾക്ക് ഐക്യദാർഢ്യവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി പൂക്കളത്തിൽ സിന്ദൂരം അർപ്പിച്ചു. കേസെടുത്തവർക്കുള്ള തന്റെ മറുപടി ഈ സിന്ദൂരം എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. എത്രയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അത് ശക്തമായി തന്നെ നിലനിർത്തുമെന്നതാണ് പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തിയതിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. കേസിൽ പ്രതിചേർക്കപ്പെട്ട സൈനികൻ ഉൾപ്പെടെയുള്ള യുവാക്കളെ കണ്ട അദ്ദേഹം ഐക്യദാർഢ്യം അർപ്പിച്ചു. നിരവധി ജനങ്ങൾ കേന്ദ്രമന്ത്രി എത്തിയപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടി. തിരുവോണ ദിനമാണ് ക്ഷേത്രത്തിനു മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആലേഖനം ചെയ്ത പൂക്കളമിട്ടത്. പിന്നാലെ ഭഗവപതാകയും ശിവജിയുടെ ചിത്രവും കാട്ടി യുവാക്കൾക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുക്കുകയായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്തപ്പൂക്കൾ ഇടുന്നതിന് കേസെടുക്കാന്നുള്ളത്. ഇതിനകത്ത് ഈ പൂക്കളത്തിനകത്ത് എന്ത് കലാപം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു ഭഗവത് ധ്വജത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തതും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി. ഇതിന് വർഷങ്ങളായിട്ട് ഇവിടെ ഏകദേശം 10-15 വർഷത്തോളം കാലമായിട്ട് ഇവിടെ പൂക്കളിട്ട് വരുന്നതാണ്. ഇത്രയും വർഷം ഇല്ലാത്തൊരു പ്രശ്നം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് എന്തുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടായി? കഴിഞ്ഞ തവണയും ഇതേ പറയുന്ന ഈ പാർത്ഥസാരഥിയുടെ മുകളിൽ പറക്കുന്ന അതേ കൊടി തന്നെ കഴിഞ്ഞ വർഷവും പൂക്കളിട്ടതാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് കാണുകയും ചെയ്തതാണ്. ഒരു വർഷം ഒരു കലാപമോ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളോ ഒരു വർഷം ഈ ഒരു വർഷക്കാലം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വർഷം മാത്രം അത് അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്തത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. ഭരണസമിതിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. യുവാക്കൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നതാണ് ആവശ്യം. ജനം, കൊല്ലം.